ഈശ്വരവോർ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അത് വൃഥാവായി പോകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമായിരുന്നു. ഭീതിപ്പെടുത്തുന്ന എത്ര സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടായി. ജീവിതമാവുന്ന പടകിൽ എത്ര കാറ്റുകളടിച്ചെല്ലാം തകർന്നു തോന്നിയ ഏകനിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും നിന്ദകളും ഒക്കെ കടന്നു വന്നപ്പോൾ, മനസ്സ് തകർന്ന അനേക ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ, പരസ്യമായി പലരും കളിയാക്കിയവരും പുച്ഛിച്ചവരുടെയൊക്കെ നടുവിൽ കഴിഞ്ഞ മാസവും പരാജയപ്പെട്ടു പോകാതെ കർത്താവ് നിർത്തിയില്ലേ? കർത്താവിൻ്റെ വാഗ്ദത്തം മാറത്തില്ലെന്നേ കർത്താവ് പറഞ്ഞു തന്നെ സംഭവിക്കും. നമ്മെ കൈവിടാത്തൊരു ഉടയവൻ നമുക്കുണ്ട്. പ്രശ്നത്തിൻ്റെ നടുവിൽ, നമ്മുടെ ഏത് പ്രശ്നത്തിൻ്റെ നടുവിലാണോ ദൂതൻ ഇറങ്ങി വരും. പൗലോസിനോട് കർത്താവ് പറയാ, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 27 പറയുന്നു, പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലല്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. കാറ്റ് പ്രതികൂലം, കാറ്റ് സമ്മതിക്കുന്നില്ല, പ്രാണൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ചരക്ക് മാത്രമല്ല, കപ്പൽ മാത്രമല്ല, വലിയ നഷ്ടങ്ങൾ. 14-ാമത്തെ വാക്യം പറയുക, കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനാമൂലൻ എന്ന കൊടുങ്കാറ്റ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പൗലോസ് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കഷ്ടവും നഷ്ടവും ഉണ്ടാവും. കപ്പലിൻ്റെ ഓരോ ഭാഗങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു, ഒരു പ്രതീക്ഷയുമില്ല, എല്ലാം അസ്തമിച്ചു. നാളെ എന്ത് നടക്കും എന്ന് നമുക്കറിയത്തില്ല, മരണം മാത്രം നമ്മുടെ മുൻപിൽ. എന്ന കർത്താവ് പറയാ, പൗലോസേ, നീ ഭയപ്പെടേണ്ട, നിനക്കൊരു ഉടയവനുണ്ട്. ദൈവപ്രവൃത്തി അവസാനിക്കുന്നില്ല. ഈശാനാമൂലൻ വരട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, സകലതും കൈവിട്ടു പോകും തോന്നട്ടെ, സകലതും പ്രതികൂലമാകട്ടെ. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 27-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതന് ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിന്റെ വിഷയത്തിന് നടുവിൽ കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങുമെന്നേ കർത്താവ് പറഞ്ഞു. ഭയപ്പെടേണ്ട എന്ന്. ഏത് വിഷയത്തിനും മറുപടി തരാൻ കഴിവുള്ളവനാ, ഏത് പ്രശ്നം പരിഹരിക്കാൻ കഴിവുണ്ടോ ആ വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ട. സാഹചര്യങ്ങൾ ഭയപ്പെടുന്നതാകാം. നിങ്ങളെ രക്ഷിക്കാൻ തക്ക സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുമെന്നേ. നിരാശനായി നിന്ന പത്രോസിനോട് പടക് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പത്രോസ് തയ്യാറായി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. വലമടക്കിൽ വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ല. വലമടക്കിൽ വെച്ചു വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. കൂടെ നിന്നവരെല്ലാം ചോദിച്ചു കാണും, കൂടെ നിന്നവരെല്ലാം പരിഹസിച്ചു കാണും, നീ യേശുവിൻ്റെ കൂടെ നടന്നവനല്ലേ? നിന്നെക്കുറിച്ച് കർത്താവ് ഓർത്തില്ലല്ലോ? രാത്രി മുഴുവൻ നീ അധ്വാനിച്ചതല്ലേ? ഇപ്പോൾ എന്തേ നിനക്ക് നിരാശയല്ലേ? നിന്റെ ജീവിതം ശൂന്യതയല്ലേ? നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോയി, നിന്റെ കഴിവുകളൊക്കെ പരാജയപ്പെട്ടില്ലേ? എന്ന കർത്താവ് പത്രോസിൻ്റെ പടകിൽ കയറി. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ ശൂന്യതയിലേക്ക് മാറ്റുന്ന ദൈവമല്ല, അവൻ നിറയ്ക്കുന്ന ദൈവമാ. അവൻ ശൂന്യത മാത്രം വരുത്തുന്നവനല്ല, അവൻ നിറയ്ക്കുകയും കൂടെ ചെയ്യുന്നവനാ. നിന്നെ നമ്മളെ ചവിട്ടി താഴ്ത്തിയവരുടെ മുൻപിൽ, എഴുതി തള്ളിയവരുടെ മുൻപിൽ, നിന്നെ പരസ്യമായി എല്ലാവരും കാണത്തക്ക രീതിയിൽ അനേക ജാതിയുടെ മുമ്പിൽ നിന്നെ കർത്താവ് നിറയ്ക്കും. അതിൻ്റെ ലൂക്കോസിന് സുവിശേഷം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതാ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ഒന്നും കിട്ടാതെ നിരാശനായി നിന്ന പത്രോസിനോട് യേശു പറയുക, നീ പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശ്. പത്രോസ് അനുസരിക്കാൻ തയ്യാറായി. ശൂന്യമായ പടകിനെ കർത്താവ് നിറച്ചു. പെരുത്ത മീൻകൂട്ടം അത് തന്നെ പൊക്കുവാൻ കഴിയാതെ ആയപ്പോൾ കൂട്ടുകാരെയും കൂടെ സഹായത്തിന് വിളിച്ചു. കർത്താവ് പത്രോസിൻ്റെ പടക് നിറച്ചു. പൗലോസിനെ പോലെ തകർന്നു വന്ന തോന്നിയ നിമിഷം ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? നീയും നിന്റെ തലമുറയും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ അനേക സാഹചര്യങ്ങൾ മുൻപിൽ വന്നിട്ടില്ലേ? പക്ഷെ അവിടെയെല്ലാം കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞിട്ടില്ലേ, ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടത് ആവശ്യമാ. ഈശാനാമൂലൻ എത്ര അടിക്കട്ടെ, പ്രതികൂലമാവുന്ന കാറ്റുകൾ എത്ര അടിക്കട്ടെ, തകരുമെന്ന് എത്ര പറഞ്ഞോട്ടെ, അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടട്ടെ, കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട. പത്രോസിൻ്റെ കൂടെ നിന്ന കർത്താവ്, പത്രോസിൻ്റെ ശൂന്യത മാറ്റിയ കർത്താവ്, പത്രോസിൻ്റെ പടകിൽ കയറിയ കർത്താവ്, നിന്റെ ആ പടക് യേശുവിന് വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായി. നിന്നെ ഒട്ടിയ വയറും ഒട്ടിയ സഞ്ചിയും ആണോ ഇന്ന് പകല്? പത്രോസിൻ്റെ ജീവിതം ശൂന്യമായിരുന്നു, പത്രോസിൻ്റെ കൈകൾ ശൂന്യമായിരുന്നു. കർത്താവ് നിറയ്ക്കും കേട്ടോ. ആ പത്രോസിനെ നിറച്ച കർത്താവ്, ആ പൗലോസിൻ്റെ
ജീവിതയാത്രയിൽ കൂടെ ഇരുന്ന കർത്താവ് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയുടെ എല്ലാം നടുവിൽ തകർന്നു ഒന്ന് ചിന്തിച്ച ആ നിമിഷം ദൈവത്തിൻ്റെ നൂതൻ ആ സമയം ഇറങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ വാക്കിനൊന്ന് വിലയിറക്കാൻ തയ്യാറായ മതി. തകരുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ പരസ്യമായി കർത്താവ് മാനിക്കുന്ന സമയമായി. ഈ ദിവസങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിരാശരായി ജീവിതം തീർക്കുവാനുള്ളതല്ല. ജീവിതം കർത്താവ് അക്കരെ എത്തിക്കുവാൻ ശക്തനാ. ഈ ദിവസങ്ങളിൽ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരിക്കാൻ തയ്യാറായി വിശാലമായ വഴി തുറക്കാൻ കർത്താവിന് കഴിയും. കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ദൈവത്തിന് വഴിയുണ്ട്. കടലും തിരമാലയും ശക്തമാണെങ്കിലും ആ തക്ക സമയത്ത് കർത്താവ് ഇറങ്ങി വരുമെന്നേ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുമെന്നേ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഞെരുക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് താണിരുന്ന് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.